Welcome to each and every one of you. എൻ്റെ പേര് ഷാജി പുലാത്ത് and I'm working with this European company, a health and technology-based company from Sweden. They focus into test-based, personalized wellness and clinical nutrition. First of all, thank you for giving your valuable time this evening. It truly means a lot. So, തുടങ്ങുന്നതിന് മുമ്പ് let me share something I just saw in a social media post today. ഇന്ന് രാവിലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പോസ്റ്റാണ്. ഇത് വളരെ വേദനാജനകമായ ഒരു ന്യൂസാണ്. അതായത് ഗൾഫ് കൺട്രീസിൽ നിന്ന് ഒരാള് അതിലൊരു ഒരു ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതായത് ഒരു സെയിം ഡേ 7 coffins were flown back to India. അതായത് 7 മരണപ്പെട്ട മൃതദേഹങ്ങൾ ഒരേ ദിവസം തിരിച്ചയക്കുകയാണ്. ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഓൾ were young men. അതായത് ഒരു 20-നും 30-നും വയസ്സിനിടയിലുള്ള ആൾക്കാരാണ്. ഇവര് വിദേശത്ത് പോയത് അവരുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ്. പക്ഷേ ഇവരുടെ ജീവിതം പകുതി വഴിയിൽ എന്ന് പോലും പറയാൻ സാധിക്കില്ല. തുടക്കത്തിൽ തന്നെ കട്ട് ഷോട്ട് ചെയ്യപ്പെട്ടു. ഒരേ ഒരു കാരണം കൊണ്ടാണ്, സഡൻ ഹാർട്ട് അറ്റാക്ക്. 7 families destroyed in one day. അവരുടെ മാതാപിതാക്കള് ചിരിച്ചുകൊണ്ട് വരുന്ന മക്കളെയല്ല എയർപോർട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും അവരുടെ ചേതനയേറ്റ ശരീരത്തെയാണ്. ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് one thought came to my mind. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: if this can happen to them, it can happen to anyone. അവർക്ക് മാത്രമല്ല, ഇത് ആർക്കും സംഭവിക്കും. ഇപ്പോ ന്യൂസിൽ വായിച്ചത് പ്രകാരം 70ഓളം ആളുകള് കേരളത്തിൽ ഓരോ ദിവസവും സഡൻ ഡെത്ത്, ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കൺവെർസേഷൻ ഇതൊരു ജസ്റ്റ് ഒരു അനദർ ഒരു മറ്റൊരു ഹെൽത്ത് ടോക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെയിൽസ് ടോക്ക് ആയിട്ടോ ഇതിനെ കാണാതിരിക്കുക. സ്റ്റിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പരിഹാരം സമൂഹത്തിന് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ ലൈഫ് സേവിങ്, ലൈഫ് ചേഞ്ചിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കൺവെർസേഷൻ about your future health and your family's future health. നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്: why are so many falling sick? ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ why do you think so many people, young and old, ഇപ്പൊ നമ്മൾ പ്രായമില്ല അതൊന്നും അല്ല, ഇപ്പൊ ചെറുപ്രായത്തിലുള്ളവരും പ്രായമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ are suddenly getting sick? വളരെ പെട്ടെന്ന് തന്നെ രോഗികളാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. അയൽപ്പക്കത്തൊരാള് കുഴഞ്ഞു വീണു, അല്ലെങ്കിൽ സ്കൂൾ ടീച്ചർ ക്യാൻസർ രോഗം വന്ന് കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഒരു IT ഡയബറ്റീസ്, അല്ലെങ്കിൽ ഈവൻ അത്ലീറ്റ്സ് ആൻഡ് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ ആർ നോട്ട് സേഫ്. സോ വി ഓൾ വണ്ടർ വാട്ട് ഈസ് ഗോയിങ് റോങ്. എന്താണ് സംഭവിക്കുന്നത്? തിങ്ക് അബൌട്ട് ദിസ്. ഇപ്പൊ നമ്മളുടെ വാഹനം നമ്മൾ ഓടിക്കുന്ന കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ റെഗുലർ ആയിട്ട് സർവീസ് ചെയ്യാറുണ്ട്. നമ്മൾ അതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ട്, ടയേഴ്സ് എയർ ചെക്ക് ചെയ്യാറുണ്ട്, ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്യാറുണ്ട്. ബട്ട് ഹൗ മെനി ഓഫ് us give our own body that kind of service? നമ്മുടെ സ്വന്തം ശരീരം ആ രീതിയിൽ എത്ര പേര് സർവീസ് ചെയ്യുന്നുണ്ട്? ഓൾമോസ്റ്റ് നെവർ. ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ്: your body is far more complex than any car. മറ്റേതൊരു വാഹനത്തെക്കാളും ഏതൊരു കാറിനേക്കാളും വളരെ കോംപ്ലെക്സ് ആണ് നമ്മുടെ മനുഷ്യ ശരീരം. കാര്യം, ഒരു കാറിനകത്ത് ഒരു എഞ്ചിൻ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഏകദേശം 70 മുതൽ 100 ട്രില്യൺ വരെ സൂക്ഷ്മ എഞ്ചിനുകളാണ്.
You are made up of 70 to 100 trillion living cells, each one like a tiny engine. ഈ കോശങ്ങൾ ശരിയായ രീതിയിൽ വർക്ക് ആവാതായാൽ, ഇഫ് ദേ ഡോണ്ട് വർക്ക് വെൽ, യു ആർ അൺഹെൽത്തി. എന്നാൽ ഇത് ശരിയായ ഇഫ് ദേ വർക്ക് വെൽ, യു ആർ ഹെൽത്തി. ഇത് ശരിയായ രീതിയിൽ വർക്ക് ആവാതാവുമ്പോൾ നമ്മൾ ഇതിന് ഡയബറ്റീസ് എന്നും ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അർത്രൈറ്റിസ്, PCOD, ഡിപ്രഷൻ, ക്യാൻസർ, ഇങ്ങനെ പല പേരുകളിൽ വിളിക്കും. ബട്ട് ദ റൂട്ട് ഈസ് ദ സെയിം. ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഒന്ന് മാത്രമാണ്: സെല്ലുലാർ ഇൻഫ്ലമേഷൻ. ഒരു നൊബേൽ പ്രൈസ് നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ റോജർ വില്യംസ് എന്നാണ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ദർ ഈസ് ഓൺലി വൺ ഡിസീസ് ആൻഡ് ദാറ്റ് ഈസ് സെല്ലുലാർ മാൽഫങ്ഷൻ. ഒരേ ഒരു രോഗം മാത്രമേ ഉള്ളൂ, അത് രോഗങ്ങൾക്കുണ്ടാവുന്ന കേടുപാടുകളാണ്. വെൻ സെൽസ് ആർ ഡിപ്രൈവ്ഡ് of nutrients or overload with toxins, they malfunction. അതായത് കോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ടോക്സിൻസ്, വസ്തുക്കളുടെ ആധിക്യം ഉണ്ടാകുമ്പോൾ, they malfunction. And that malfunction is what we call disease. ആ ഒരു കോശങ്ങൾക്ക് ഉണ്ടാവുന്ന കേടുപാടുകളെയാണ് നമ്മൾ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. നോ മാറ്റർ ദ നെയിം ഓഫ് ദ ഡിസീസ്, രോഗത്തിന്റെ പേര് എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് പേരിൽ വേണമെങ്കിൽ വിളിച്ചോളൂ. The problem begins in the cell. എല്ലാത്തിന്റെയും അടിസ്ഥാനം, കാരണം, തുടക്കം കോശങ്ങളിലാണ്. ഇപ്പൊ എന്താണ് കോശങ്ങൾക്ക് വേണ്ടത്? എന്താണ് കോശങ്ങൾക്ക് വേണ്ടത്? യഥാർത്ഥത്തിൽ ഈ 6 ഘടകങ്ങളാണ്. ഇതിനെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുക. ആൻഡ് ആസ് ഐ ഡിസ്കസ്ഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡി ഒരു മാസ്റ്റർ പീസ് ആണ്, വളരെ കോംപ്ലക്സ് ആണ്. ആൻഡ് ഡിസൈൻ ടു ത്രൈവ് വിത്ത് ദ റൈറ്റ് ഫ്യൂവൽ. അതിന് വേണ്ട ഫ്യൂവൽ ഇതാണ്: കാർബോ, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. എന്നാൽ എല്ലാ ദിവസവും നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്, ബോഡി ഫേസസ് എ ഫ്ലഡ് ഓഫ് പ്രോബ്ലംസ്. അതായത് പ്രോസസ്ഡ് ഫുഡ്, റിഫൈൻഡ് ഓയിൽസ്, എയർ പൊല്യൂഷൻ, സ്ട്രെസ്, ടോക്സിസിറ്റി, പുവർ സ്ലീപ്പ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് ചില സാഹചര്യങ്ങളെ സൃഷ്ടിക്കും. അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇൻഫ്ലമേഷൻ എന്നൊക്കെയാണ് സയന്റിസ്റ്റുകൾ ഈ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ഈ കണ്ടീഷൻസിനെ വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ശരീരം ബിക്കംസ് ലൈക്ക് എ ഹൗസ് ഓൺ ഫയർ. ഒരു തീ പിടിക്കപ്പെട്ട ഒരു കെട്ടിടത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ ശരീരം നീങ്ങുന്നുണ്ടാവും. ഇത് നമ്മളോട് ഇതുവരെ നമ്മൾ ഒരു സ്കൂളിലോ കോളേജിലോ ആരും പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. The most important ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ ചില ന്യൂട്രിയൻസിന്റെ ബാലൻസിങ് ആണ്. അതായത് ദ ബാലൻസ് ബിറ്റ്വീൻ omega-6 ആൻഡ് omega-3 ഫാറ്റി ആസിഡ്സ്. ഇത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്നാണ് ഇതിനെ വിളിക്കുക. സോ വൈ എസെൻഷ്യൽ ഇസ് ബിക്കോസ് ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പൊ പ്രശ്നം ഇതാണ്, നമ്മുടെ ഭക്ഷണത്തിലൂടെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് അല്ല, പകരം സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ്സ് തുടങ്ങി ശരീരത്തിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ശരീരത്തെ രോഗാവസ്ഥയിലേക്ക്, നേരത്തെ പറഞ്ഞ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ പോലെയുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഇപ്പൊ ലഭിക്കുന്നത്. ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ശരീരത്തിന് ഒരിക്കലും സിന്തസൈസ് ചെയ്യാൻ കഴിയില്ല. ഇതിൽ പ്രധാനമായിട്ടുള്ളതാണ്, ഈ രണ്ടും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതാണ്. ഇതിന്റെ ഒരു ബാലൻസ് ആണ് പ്രധാനം. ഇതിനകത്ത് omega-6 ഈസ് ലൈക്ക് ഫയർ. ഇതിനെ നമുക്കൊരു ഫയർ, തീയുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. ആൻഡ് omega-3 ഈസ് ലൈക്ക് വാട്ടർ. omega-3 എന്ന് പറയുന്നത് വെള്ളം പോലെയാണ്. സോ യു നീഡ് ബോത്ത്. ഇത് രണ്ടും നമുക്ക് വേണം, ബട്ട് ഇൻ ബാലൻസ്. ആൻഡ് ആ ഒരു ഐഡിയൽ ബാലൻസ് എന്ന് പറയുന്നത് 1:1 ആണ്. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഓരോ മോളിക്യൂൾ omega-6നും ഒരു മോളിക്യൂൾ omega-3, അതായത് 1:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കണം ഇതുണ്ടായിരിക്കേണ്ടത്. ഈവൻ 3:1, അപ് ടു 3:1 വരെ അത് ഓക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ ദി ഐഡിയൽ ബാലൻസ് ഈസ് 3:1 ഓർ ലെസ്. പക്ഷേ നിങ്ങൾക്ക് ഇന്ന് അറിയുമെന്ന് എനിക്കറിയില്ല, ഇന്നത്തെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇതിന്റെ ആവറേജ് റേഷ്യോ എന്ന് പറയുന്നത് 45:1 ആണ്. 45:1. That means 45 times more fire than water. ഒരു സ്പോർട്സ് കാർ നമ്മൾ ബ്രേക്ക് ഇല്ലാതെ ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് ശരീരത്തിനകത്ത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് ഒരു ബിൽഡിംഗ്, നമ്മൾ താമസിക്കുന്ന ഒരു കെട്ടിടം
അത് തീ പിടിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ളത് ആകെ ഒരു ബക്കറ്റ് വെള്ളമാണ്. സി ദാറ്റ് ഈസ് വാട്ട് ഹാപ്പണിങ് ഇൻസൈഡ് അവർ സെൽസ്. നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്നതാണ്. 45:1 എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഇംബാലൻസ് സൈലന്റ്ലി ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്സ്, സ്ട്രോക്സ്, ഡയബറ്റീസ്, ഡിപ്രഷൻ ആൻഡ് ഈവൻ ക്യാൻസേഴ്സ്. കാരണം ഇത് ഈ ഒരു ഇംബാലൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ശരീരത്തിൽ ഹെഡ് ടു ടോ, നമ്മുടെ ബ്രെയിൻ മുതൽ ഹാർട്ടിനെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, ഇന്നർ ഓർഗൻസ്, ഇതെല്ലായിടത്തും ഇത് ബാധിക്കുന്നുണ്ടാവും. ഇതിലൊരു ഒരു ഒരു ഇംബാലൻസ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കോശങ്ങൾ കേടാവുന്ന ഒരു സാഹചര്യം, ഈ omega-6, omega-3 ഇതൊരു ഇൻഫ്ലമേഷൻ, ആന്റി ഇൻഫ്ലമേഷൻ ബാലൻസിങ് മാത്രമല്ല. നമുക്കറിയാം ശരീരത്തിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ 70-100 ട്രില്യൺ കോശങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് 300-400 ബില്യൺ കോശങ്ങൾ എല്ലാ ദിവസവും റീജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട്. പഴയത് മാറി പുതിയത് റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇതിൽ വേണ്ട ഒരു പ്രധാന ഘടകങ്ങളാണ്, ഈ കോശങ്ങൾ നിർമ്മിക്കപ്പെടണമെങ്കിൽ അതിന് വേണ്ട ഒരു പ്രധാന സ്ട്രക്ചറൽ കമ്പോണൻസ് ആണ് ഈ omega-3 ആൻഡ് omega-6. ഇതിന്റെ ഒരു അഭാവം, പ്രത്യേകിച്ച് omega-3 ഈസ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ദ സെൽ മെംബ്രെയിൻ. കോശങ്ങളുടെ മെംബ്രെയിൻ എന്ന് പറയുന്ന ആ ഒരു സംരക്ഷണ കവചം, കോശങ്ങളുടെ ഒരു സംരക്ഷണ ഭിത്തി, അത് നിർമ്മിക്കപ്പെടുന്ന omega-3 എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് കൊണ്ടാണ്. ഇതില്ലാതെ വരുമ്പോൾ കോശങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഫാറ്റുകൾ, സാച്ചുറേറ്റഡ് ഫാറ്റോ മറ്റുള്ള ഫാറ്റുകളോ കൊളസ്ട്രോളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കോശങ്ങളുടെ ദ്രവ്യത അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഇല്ലാതാവും. കോശങ്ങൾക്കുള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, അതിനുവേണ്ട വെള്ളം, മറ്റ് പോഷകങ്ങൾ, ഇതൊന്നും ലഭിക്കാതെ, അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരും. ഒപ്പം തന്നെ ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ കഴിയാതെയും വരും. ആലോചിച്ച് നോക്കുക, നമ്മൾ ഓടിക്കുന്ന വണ്ടിയിലേക്ക് അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ഫ്യൂവലോ എത്തിച്ചേരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? എൻജിൻ സ്റ്റക്ക് ആവും. എന്ന് പറയുന്നത് പോലെ ഈ സെല്ലുലാർ മെംബ്രെയിൻ, അതിന്റെ ഒരു ഫ്ലൂയിഡിറ്റി, പെർമിയബിലിറ്റി നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, അത് ഹാർഡ് ആയി കഴിഞ്ഞാൽ, റിജിഡ് ആയി കഴിഞ്ഞാൽ, ഈ പോഷകങ്ങളുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ഇല്ലാതാവുന്നു. സ്വാഭാവികമായിട്ട് കോശങ്ങൾ കേടാവുന്നു. ഇതിന് റീജനറേറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് സാഹചര്യങ്ങളാണ്. സെല്ലുലാർ ഇൻഫ്ലമേഷനെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ഇത് ബാലൻസ് ചെയ്തേ പറ്റൂ. omega-6 to omega-3. കാര്യം omega-6 ഒരു പ്രോ ഇൻഫ്ലമേറ്ററി ഫാറ്റി ആസിഡ് ആണ്, omega-3 ആന്റി ഇൻഫ്ലമേറ്ററി ഫാറ്റി ആസിഡ് ആണ്. ഇത് ബാലൻസ് ചെയ്തേ പറ്റൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോശങ്ങളുടെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും ഈ റേഷ്യോ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. സോ വി നീഡ് ടു ബ്രിങ് ദ റേഷ്യോ ബാക്ക് ഇൻ ടു ദിസ് 3:1 ഓർ ലെസ്. 3:1 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ്. ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 20:1, 25:1, 50:1 അങ്ങനെയൊക്കെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇന്ത്യയിൽ ഇതിന്റെ റേഷ്യോ ഇപ്പോൾ 45:1. ഏകദേശം 5000-ലധികം ടെസ്റ്റുകൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഡാറ്റ പ്രകാരം ഇപ്പോഴത്തെ ഒരു ആവറേജ് റേഷ്യോ ഇൻ ഇന്ത്യ ഈസ് 45:1. ഇമാജിൻ. അപ്പൊ നമ്മളിപ്പോ ആലോചിക്കുന്നുണ്ടോ നമുക്കിത് എങ്ങനെയാണ് അറിയാൻ പറ്റുക? ഹൗ ഡു ഐ നോ ഇഫ് ഐ ആം ബാലൻസ്, ഇഫ് ഐ ആം ഇൻ ബാലൻസ് ഓർ നോട്ട്? സി ദ ഗുഡ് ന്യൂസ്, യു ഡോണ്ട് നീഡ് എ ഹോസ്പിറ്റൽ അഡ്മിഷൻ. നമ്മളിതൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. And you don't need to spend thousands of rupees for the scanning and other tests out there. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ അറ്റ് ഹോം ബാലൻസ് ടെസ്റ്റ്, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ആയിട്ട് ഒരു ബാലൻസ്, 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തുകൊണ്ട്, നമ്മുടെ ഫിംഗർ ടിപ്പിൽ നിന്നും 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തുകൊണ്ട് നമുക്ക് ഈ ശരീരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ എന്താണ് ശരീരത്തിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രിസൈസ്ലി, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ദിസ് ബ്ലഡ് ഗോസ് ടു ദിസ് ലാബ്. ദിസ് ലാബ് ഈസ് ഇൻ നോർവേ. നോർവേയിലുള്ള വിറ്റാസ് ലാബ്. ബിക്കോസ് ഇവരാണ് ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു നൊബേൽ പ്രൈസ് വിന്നിംഗ് സ്റ്റഡിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ലാബ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് ലാബ്സ് ഇൻ ദ വേൾഡ്. ആൻഡ് ദേ ആർ വർക്കിംഗ് വിത്ത് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ and many other big pharma companies and all these universities like Oxford, Harvard, King's College of London, Max Planck Institute, University of Oslo. So they work with many other universities out there.
വിച്ച് മീൻസ് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാബിലാണ് ഇത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് യു ഗെറ്റ് എ 20 പേജ് കോൺഫിഡൻഷ്യൽ ഹെൽത്ത് റിപ്പോർട്ട്. നിങ്ങൾക്ക് ഒരു 20 പേജിലുള്ള ഒരു വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇതിനകത്ത് പ്രധാനമായിട്ടും മെഷർ ചെയ്യുന്നത് യുവർ omega-6 to 3 റേഷ്യോ, അതുപോലെ തന്നെ നമ്മുടെ സെല്ലുലാർ പ്രൊട്ടക്ഷൻ, omega-3 ഇൻഡെക്സ്, അതുപോലെ നമ്മൾ സാധാരണയിൽ കൂടുതൽ നമ്മൾ ഫാസ്റ്ററായിട്ട് നമ്മൾ ഏജിങ്ങിലേക്ക് പോകുന്നുണ്ട്, അകാല വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ, നമ്മുടെ ഇമ്മ്യൂൺ സ്ട്രെങ്ത് എന്താണ്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. സോ വി ഓൾ നോ ദാറ്റ് നോളജ് ഈസ് പവർ ആൻഡ് വെൻ യു നോ യു ക്യാൻ ആക്ട്. നമുക്കിത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ലോകത്തിൽ ഇത് 1-2 ടെസ്റ്റുകളല്ല, ദേ ഹാവ് ഡൺ മോർ ദാൻ 1.5 മില്യൺ ടെസ്റ്റ്. അതായത് 15 ലക്ഷത്തിലധികം ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് പബ്ലിഷ്ഡ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദിസ് ടെസ്റ്റ് റിസൾട്ട്സ്. ഒരു ക്ലിനിക്കലി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ലോകത്തിൽ മൊത്തത്തിൽ 97% ആളുകൾ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇത് ഔട്ട് ഓഫ്, വിച്ച് മീൻസ് വേൾഡ് ഈസ് ഔട്ട് ഓഫ് ബാലൻസ്. സോ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് ഒരു സാമ്പിൾ റിപ്പോർട്ടാണ്. ഇത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു റിട്ടയർഡ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഓൾമോസ്റ്റ് 65+ യങ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ്. ഇറ്റ് ഈസ് 74:1. ഞാൻ ഈ റിപ്പോർട്ടിന്റെ ഒരു ഓവർവ്യൂ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഏകദേശം ഒരു 30,000-40,000 റുപ്പീസ് എല്ലാ മാസവും ഈ പറയുന്ന ന്യൂട്രിയൻസിന്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാത്തിനും വേണ്ടി ചെലവഴിക്കുന്ന ഒരാളാണ്. കുടിക്കുന്നതിന് ഒരു സ്പെഷ്യൽ വാട്ടറാണ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട്. എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കഴിക്കുന്ന സപ്ലിമെന്റ്സ്, എസ്പെഷ്യലി omega-3 സപ്ലിമെന്റ്, അദ്ദേഹം US-ലാണ്, അദ്ദേഹത്തിന്റെ മക്കൾ US-ലാണ്. അവിടെ നിന്നാണ് അത് കൊണ്ടുവരുന്നത്, അതാണ് അദ്ദേഹം കഴിക്കുന്നത്. അതും കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് മുടങ്ങാതെ കഴിക്കുന്ന ഒരാളാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ റിസൾട്ട് 74:1 ആണ്. ഇമാജിൻ. ആൻഡ് പ്രൊട്ടക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. പ്രൊട്ടക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച, അതായത് ഇപ്പൊ സയന്റിസ്റ്റുകൾ പറയുന്നത് രോഗങ്ങൾ ഉണ്ടാവുന്നതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഓക്സിഡേഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇൻഫ്ലമേഷൻ തുടങ്ങിയ സാഹചര്യങ്ങളാണ്. അസിഡോസിസ് എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളാണ്. ഇതിനെല്ലാം അതിജീവിക്കണമെങ്കിൽ കോശങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ വാല്യൂ, ഒരു സംരക്ഷണ മൂല്യം ഉണ്ടാവണം. ആ ഒരു മൂല്യം എന്ന് പറയുന്നത് 90% മുകളിലാണ്. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 90%. ആൻഡ് ഹിയർ, ഡിസ്പൈറ്റ് ഫോളോവിങ് ഓൾ ദീസ് പ്രോട്ടോകോൾസ്, കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഇത്രമാത്രം ഹെൽത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടും പല കാര്യങ്ങളും ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 0% ആണ്. ആൻഡ് omega-3 ഇൻഡെക്സ്, ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ഹാർട്ടിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ omega-3 ഇൻഡെക്സ്, അതായത് അദ്ദേഹത്തിന് 1.4% ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൃദയത്തിന്റെ കോശങ്ങള്, പ്രത്യേകിച്ച് കോശങ്ങളുടെ മെംബ്രെയിൻ പ്രധാനമായും നിർമ്മിക്കപ്പെടുന്നത് EPA എന്ന് പറയുന്ന ഒരു ഫാറ്റി ആസിഡ് കൊണ്ടാണ്. omega-3 തന്നെ വരുന്ന വളരെ ബയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡാണ് EPA. സോ ഇത്തരത്തിൽ EPA, DHA ഇതിന്റെ ഡെഫിഷ്യൻസി നമുക്ക് omega-3 ഇൻഡെക്സ് നമ്മുടെ വളരെയധികം താഴെ പോകാൻ കാരണമാവുന്നു. ഇത് 1.4% ആണ്. റിമെമ്പർ, പുതിയ പഠനങ്ങൾ പ്രകാരം, പ്രത്യേകിച്ച് ഫ്രെമിംഗ്ഹാം സ്റ്റഡി പോലെയുള്ള പഠനങ്ങൾ പ്രകാരം omega-3 ഇൻഡെക്സ് 4% താഴെയാണെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രോബ്ലി 90% ആണ്. എന്നാൽ അതേസമയം ഈ omega-3 ഇൻഡെക്സ് ഒരു 8-12%, 8% മുകളിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അത്ര തന്നെ ഈ പറയുന്ന സഡൻ ഡെത്തിനുള്ള അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. സോ ദിസ് ഈസ് വാട്ട് വി നീഡ് ടു നോ. ഇതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക, പലപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, നമ്മളൊരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്, നമ്മൾ കൊളസ്ട്രോൾ നോക്കുന്നു, ട്രൈഗ്ലിസറൈഡ്സ് നോക്കുന്നു, BP നോക്കുന്നു, അതെല്ലാം നല്ലതാണ്. പക്ഷേ ഇതെല്ലാം നമ്മളൊരു രോഗിയായതിനു ശേഷം മാത്രമാണ് നമുക്ക് അറിയുന്നത്. അതുകൊണ്ടാണ് ഇതിനെല്ലാം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. രോഗിയായാൽ നമുക്കറിയാം. പലപ്പോഴും രോഗലക്ഷണം, പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 33% ആദ്യത്തെ ലക്ഷണം സഡൻ ഡെത്താണ്. അതായത് ഒരു സിംറ്റം നമ്മുടെ ശരീരത്തിൽ അപ്പിയർ ചെയ്തതിന് ശേഷമാണ് നമുക്കറിയാവുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ രോഗിയായി എന്നുള്ളത്. സോ നൗ ദാറ്റ് ഈസ് വൈ വി കൺസിഡർ ദിസ് ആസ് എ ബ്രേക്ക് ത്രൂ ടൂൾ. നമുക്കൊരു അമേസിംഗ് ടൂൾ ആണ്. നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് what is happening inside our body long before something unfortunate happens.
That is what the importance of this test. നമ്മൾ മെന്റൽ സ്ട്രെങ്ത് ഈസ് ഓൾ അബൌട്ട് യുവർ ബ്രെയിൻ, ദ DHA. എന്താണ് ബ്രെയിനിന്റെ കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ഹോർമോൺസ്, ഡോപ്പമൈൻ, സെറോട്ടോണിൻ. നമുക്കറിയാം ഒരുപാട് ഹോർമോൺ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ ന്യൂറോൺസ്. നമ്മുടെ ബ്രെയിൻ ഏറ്റവും അധികം എനർജി യൂസ് ചെയ്യപ്പെടുന്ന ഓർഗൻസിൽ ഒന്നാണ്. സോ മെമ്മറി സ്കിൽസ് ആണെങ്കിലും കോഗ്നേറ്റീവ് ഫങ്ഷൻസ് ആണെങ്കിലും എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ വി നീഡ് ടു നോ ദ മെന്റൽ സ്ട്രെങ്ത്. ഇറ്റ് ഈസ് ഇൻസഫിഷ്യന്റ്. ആൻഡ് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, കോശങ്ങൾക്ക് ഈ പറയുന്ന പോഷകങ്ങളെ അബ്സോർബ് ചെയ്യാൻ, ടോക്സിൻസിനെ പുറന്തള്ളാനുള്ള കപ്പാസിറ്റി, that is insufficient. And arachidonic acid, it is high. Now, നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കും? So how we can solve this? And what if the test shows you are out of balance? That is where Zinzino comes in. They say that we can bring you back into balance in 120 days. 120 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ബോഡി, ശരീരത്തിനെ നമുക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് സെൽസ് ബാലൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. സ്വാഭാവികമായിട്ട് ടിഷ്യൂസ് ബാലൻസ് ആയി, ടിഷ്യൂസ് ബാലൻസ്ഡ് ആയാൽ ഓർഗൻസ് ബാലൻസ്ഡ് ആയി, ഓർഗൻസ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ സിസ്റ്റം ബാലൻസ്ഡ് ആയി. ദാറ്റ്സ് ഹൗ വി സ്റ്റേ ഹെൽത്തി. സോ സിംപ്ലി പറയുകയാണെങ്കിൽ യുവർ സെൽസ് പ്രൊട്ടക്ട് യു, യുവർ സെൽസ് റിപ്പയർ യു, ആൻഡ് ദേ വർക്ക് ത്രൂ ഔട്ട് ദ ഡേ നൈറ്റ് ടു പ്രൊട്ടക്ട് അസ്. ഇത് ബാലൻസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം ബാലൻസ്ഡ് ആയി, നോർമൽ ബ്രെയിൻ ഫംഗ്ഷനിലേക്ക് വന്നു, ഹെയർ ക്വാളിറ്റി ശരിയായ രീതിയിൽ വന്നു, ഹാർട്ട് ഫംഗ്ഷൻ നോർമലായി, സ്കിൻ ഇലാസ്റ്റിസിറ്റി നോർമലായി, ഇന്നർ ഓർഗൻസ് ശരിയായ രീതിയിലായി, ജോയിന്റ്സ്, മസിൽസ് എല്ലാം നോർമലായി. ഇപ്പൊ 40-45 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ നടക്കുമ്പോൾ പലപ്പോഴും കൈ നമ്മൾ എളിയിൽ വെക്കുന്നു, വേദന കൊണ്ട് പുളയുന്നു, ഒരു സ്റ്റെയർ കയറാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇന്നലെ ഞാനൊരു ഹോട്ടലിൽ കയറി ഇറങ്ങി വരുമ്പോൾ ഒരു 45-50 വയസ്സായിട്ടുള്ള ഒരു മാഡം, അവര് ഓപ്പോസിറ്റ് സ്റ്റെയർ കയറി വരണം. ദർ ഇസ് നോ ലിഫ്റ്റ് ഇൻ ദാറ്റ് ഹോട്ടൽ, ഫസ്റ്റ് ഫ്ലോറിലാണ്. അവർ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവര് അയ്യോ എന്നൊക്കെ പറഞ്ഞ് പെയിൻ കൊണ്ട് അവര് പ്രയാസപ്പെടുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് പീപ്പിൾ നൗ തിങ്ക് ദാറ്റ് ദീസ് തിങ്സ് ആർ നോർമൽ. ഇതൊക്കെ നോർമൽ ആയിട്ടാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ദീസ് ആർ നോട്ട് നോർമൽ, വി ക്യാൻ ഫിക്സ് ഇറ്റ്. ഇതെല്ലാം ഈ പറയുന്ന സെല്ലുലാർ മാൽഫങ്ഷൻസിന്റെ ലക്ഷണങ്ങളാണ്. So the Zinzino, they have a very large panel of scientists. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു സയന്റിസ്റ്റുകൾ. നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, ആൻഡ് യു ക്യാൻ ചെക്ക് ദയർ ബാക്ക്ഗ്രൗണ്ട്. ഇത് ആരാണ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ദേ ഡെവലപ്പ് റിയൽ സൊല്യൂഷൻസ്. ഇവരുടെ സ്വന്തമായിട്ടുള്ള റിസർച്ച് ആൻഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് നോർവേ, ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലുണ്ട്. അവർ പ്രിപ്പയർ ചെയ്യുന്ന ചില സ്പെഷ്യൽ ഫുഡ് ഫോർമുലാസ്, അതായത് ഇതൊരു ഒരു മരുന്നോ കെമിക്കലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. സി ദേ ഇൻട്രൊഡ്യൂസ്ഡ് സംതിങ് കോൾഡ് എസെന്റ് ഓയിൽ. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അനദർ omega-3 സപ്ലിമെന്റ്. ഇതൊരു ജനറിക് സപ്ലിമെന്റോ ക്യാപ്സ്യൂളോ അല്ല. ദിസ് ഈസ് എ കംപ്ലീറ്റ് സെൽ പ്രൊട്ടക്ടിങ് ഫോർമുല. സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയും. കോശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഫോർമുലയാണ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വൈൽഡ് കോട്ട് ഫിഷ് ഓയിലാണ്. ഈ പറയുന്ന ഫാറ്റി ആസിഡ്സ്, EPA, DHA പോലെയുള്ള ഘടകങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഫിഷിൽ നിന്നൊക്കെയാണ്. അതുപോലെ പ്രധാനമായ മറ്റൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒലീവ് പോളിഫിനോൾസ് ആണ്. അതായത് വളരെ സ്പെഷ്യലി എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ്. ദെൻ വിറ്റമിൻ ഡി, നമ്മുടെ ഇമ്മ്യൂണിറ്റി, ബോൺ ഹെൽത്ത്, ഇത് തന്നെയല്ലേ വിറ്റമിൻ ഡി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഇറ്റ് പ്ലേസ് എ ലോട്ട് ഓഫ് റോൾസ് ഇൻ അവർ ബോഡി. വളരെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോർമുലേഷൻ ആണ് എസെന്റ് ഓയിൽ പ്ലസ്, അലോങ് വിത്ത് മെനി എസെൻഷ്യൽ ഓയിൽസ്. അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് പോലും ഈ ഒരു ഫുഡ് ഫോർമുലേഷനിൽ ഇല്ല. ഇത് മറ്റൊരു omega-3. എന്തുകൊണ്ടാണ് പലപ്പോഴും omega-3 സപ്ലിമെന്റ്സ് ആൾക്കാർക്ക് വർക്ക് ആവാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് റിസൾട്ട് ലഭിക്കാത്തത്? ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് 20-25 വർഷമായിട്ട് omega-3 കഴിക്കുന്ന ആളുകൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. Even I tested a person who is taking omega-3 for the last 30 years. അദ്ദേഹം ഒരു ഏകദേശം 60ഓളം വയസ്സ് പ്രായമുള്ള ഒരാളാണ്. വളരെ ചെറുപ്പത്തിൽ മുതൽ അദ്ദേഹം കഴിക്കുന്നത്, അത് പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന omega-3 ഓയിലാണ് അദ്ദേഹം കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് 30:1 ആണ്. ഹി ഈസ് ഇൻ മുംബൈ. ഇതെന്തുകൊണ്ടാണ് ലഭിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എന്ത് കഴിക്കുന്നു, പലപ്പോഴും നമ്മൾ ശരിയായ രീതിയിൽ ഉള്ള സപ്ലിമെന്റ് അല്ല കഴിക്കുന്നതെങ്കിൽ നമുക്ക് വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കുക. ആ കഴിക്കുന്ന സപ്ലിമെന്റുകൾ തന്നെ നമ്മളുടെ ആരോഗ്യം നശിക്കാൻ അല്ലെങ്കിൽ കോശങ്ങൾ കേടാവാൻ സാധ്യതയുണ്ടാക്കും.
ഒരു കഴിക്കുന്ന സപ്ലിമെന്ററി ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒമേഗ 3 നമ്മൾ മെഷർ ചെയ്യുന്നത് ഓയിൽ സ്റ്റെബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മെഷർമെന്റിലാണ്. ഓയിൽ സ്റ്റെബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഓയിലിന്റെ സ്റ്റെബിലിറ്റി, അതായത് ഇതിന്റെ ഗുണം എത്ര കാലം നിലനിൽക്കുന്നു, എത്ര സമയം നിലനിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം ഫിഷ് ഓയിൽ, ഒരു ഫിഷ് എടുത്ത് മീനൊക്കെ എടുത്ത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് കേടാവും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഓയിലും. വളരെയധികം ഇത് വളരെ സെൻസിറ്റീവ് ആണ്. ഒരു ഫിഷിൽ നിന്ന് ഈ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ഓക്സിഡൈസ്ഡ് ആണ്. ഇത് പ്രോസസ് ചെയ്തെടുക്കുമ്പോൾ, റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ അത് എയർ എക്സ്പോസ്ഡ് വന്നു കഴിഞ്ഞാൽ അതിലെ ഈ പറയുന്ന ബയോ കമ്പോണൻസ് എല്ലാം നഷ്ടപ്പെടുന്നുണ്ടാവും, ഓക്സിഡൈസ്ഡ് ആയി. അത് ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ക്രിൽ ഓയിൽ, കോൺസെൻട്രേറ്റഡ് ഒമേഗ 3, കോഡ് ലിവർ ഓയിൽ, ഓൾ ദീസ് ആ 1 മണിക്കൂർ, 5 മണിക്കൂർ, 9 മണിക്കൂർ, ഇതൊക്കെയാണ് അതിന്റെ ഒരു ഓയിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ശരീരത്തിനകത്ത് വന്ന് ഈ സമയത്തിനുള്ളിലൊക്കെ ഇത് അബ്സോർബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഓക്സിഡൈസ്ഡ് ആയി. ഇത് കോശങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, കോശങ്ങളുടെ കേടുപാടുകൾക്കും ഇത് കാരണം. അതുകൊണ്ടാണ് ഈ എസെന്റ് ഓയിൽ പ്ലസ് വാട്ട് ദേ ഡു ഇസ്, ഇവർ ഈ വൈൽഡ് കോട്ട് ഫിഷ് ഓയിൽ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് ഓയിലാണ് ഇവർ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് പൊല്യൂഷൻ ഫ്രീ സോണിൽ നിന്ന് ഒക്കെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്, ഫിഷിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫിഷ് ഓയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒലീവ് ഓയിലാണ് ഇത് ബ്ലെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ദിസ് കോമ്പിനേഷൻ, ദിസ് ബ്ലെൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ക്രിട്ടിക്കൽ. ഈ ഒരു എസെൻഷ്യൽ ഓയിലുമായിട്ട് അതോടൊപ്പം തന്നെ ഒലീവ് ഓയിലുമായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഈ പോളിഫിനോൾസ് ഈ പറയുന്ന ഫിഷ് ഓയിലിനെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഇത് ദീർഘസമയം ഇത് സ്റ്റേബിൾ ആയിട്ട് തന്നെ നിലനിൽക്കും. കോശങ്ങൾക്കുള്ളിലേക്ക് ശരിയായ രീതിയിൽ അത് അബ്സോർബ് ചെയ്യപ്പെടും. അത് വളരെ ഫ്രഷ് ആയിട്ട്, വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ കോശങ്ങളെ അത് സംരക്ഷിക്കും. മാത്രമല്ല, നമുക്ക് ഒരു സ്പൂൺ, നിങ്ങൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ, ഒരു സ്പൂൺ ഓഫ് ദിസ് ഓയിൽ ക്യാൻ പ്രൊട്ടക്ട് യുവർ സെൽസ് ഇൻസൈഡ് ഔട്ട്. കാരണം ഒരു സ്പൂൺ ഓയിലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ശരീരത്തിന് ദിവസം ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻസ് ആണ്. നമ്മൾ എന്ത് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നുള്ളതല്ല. എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചിട്ട് കാര്യമില്ല. ശരീരത്തിനകത്ത് EPA എന്ന് പറയുന്ന ഘടകം ഇതൊരു ഫൗണ്ടേഷണൽ റിക്വയർമെന്റ് ആണ്, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. കാര്യം ഈ കോശങ്ങൾ നിർമ്മിക്കപ്പെടണമെങ്കിൽ, ഇത് റീപ്ലേസ് ചെയ്യപ്പെടണമെങ്കിൽ ഈ കമ്പോണൻസ് വേണം. ഇതിന്റെ സ്ട്രക്ചറൽ കമ്പോണൻസ് ആണ്. 1300 മില്ലിഗ്രാം ഒമേഗ 3 EPA, എസ്പെഷ്യലി EPA മിനിമം ഒരു അഡൽട്ട് ബോഡിയിൽ ആവശ്യമുണ്ട്. 700 മില്ലിഗ്രാം DHA ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒമേഗ 7, ഒമേഗ 9 ഇതെല്ലാം നമുക്ക് ഗുണകരമാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് EPA, DHA. ഇത് മാത്രമല്ല, അതോടൊപ്പം പോളിഫിനോൾസ്, അതായത് ഓക്സിഡേഷൻ പോലെയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് ആന്റി ഓക്സിഡൻസ് വേണം. ദാറ്റ് ഈസ് വാട്ട് പോളിഫിനോൾസ്. ദെൻ വിറ്റമിൻ D3, നാച്ചുറൽ ടോക്കോഫെറോൾസ്, വൈറ്റമിൻ E, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല. ഇനി അത് സപ്ലിമെന്റ് ആണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OSI നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ സപ്ലിമെന്റ് നമ്മളൊരു 15, 20, 30 ക്യാപ്സൂളൊക്കെ കഴിച്ചാലാണ് ഇത്രയും വാല്യൂ നമുക്ക് ലഭിക്കുക. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും പ്രായോഗികമായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എസെന്റ് ഓയിൽ പ്ലസ്. ഇത് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ആൻഡ് കെയറിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഈ കമ്പനി എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഇതിന്റെ തേർഡ് പാർട്ടി എൻഡോഴ്സ്മെന്റ്സ് എന്താണ്, ഇതിന്റെ ലൈസൻസസ് എന്താണ്, ആരാണ് ഇതെല്ലാം ഇതിന്റെ ക്വാളിറ്റി സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഓഫ് ദി സീ, അതുപോലെ തന്നെ ഇൻഫോംഡ് സ്പോർട്ട്, വിഗൻ സൊസൈറ്റി തുടങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ വളരെയധികം ക്വാളിറ്റി, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ടെസ്റ്റിംഗ് മെഷേഴ്സ് ഒക്കെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. എസ്പെഷ്യലി ദിസ് ഇൻഫോംഡ് സ്പോർട്ട്, അതുപോലെ കൊളോണിലിസ്റ്റ് എന്നൊക്കെ പറയുന്ന സർട്ടിഫിക്കേഷൻസ്. കാരണം ഇതെല്ലാം ഒട്ടുമിക്ക ഒളിമ്പിക്സിൽ സ്പോർട്സ് പ്രൊഫഷണൽസ് ഇവരെല്ലാം ഫോളോ ചെയ്യുന്നത് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസ് ആണ്. അവർ നോക്കുന്നത് അതാണ്. കാര്യം അവർ എന്തെങ്കിലും ഒരു കഴിക്കുന്നതിന് മുമ്പ് ഇത് യഥാർത്ഥ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഈ സർട്ടിഫിക്കേഷൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഡോപ്പിംഗ് ഏജൻസോ സ്റ്റിറോയിഡ്സോ അൺനാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളോ അവർ കഴിക്കുന്ന വസ്തുക്കളിൽ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവരുടെ ബ്ലഡ് ടെസ്റ്റിനിൽ അത് സ്വാധീനിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്ക്രീനിങ്ങിൽ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ കരിയർ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോ കെയർഫുൾ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ വളരെ പ്രധാനമാണ്. നമ്മളും ചെക്ക് ചെയ്യേണ്ടത് അതാണ്. കീറ്റോ ഫ്രണ്ട്ലി എല്ലാം അങ്ങനെയാണ് നമ്മളൊരു ഗുണനിലവാരം നമ്മൾ നോക്കുക. അത് മാത്രമല്ല, എസെന്റ് ഓയിൽ നമുക്കിത് ഏത് ഏജ് ഗ്രൂപ്പിലും കൊടുക്കാം. അതായത് ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് പ്രഗ്നൻസി ലാക്ടേഷൻ പീരീഡിൽ പ്രായമുള്ള ആൾക്കാർ, കാര്യം ഇത് ഏത് ഏജ് ഗ്രൂപ്പിലും ഇത് ആവശ്യമുണ്ട്. എസ്പെഷ്യലി EPA, DHA ഇത് വളരെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ആണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലും വേണം. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ രോഗങ്ങളെയും നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഇത് പറയുന്നത് നമ്മളോ കമ്പനിയോ അല്ല, യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. അതായത് 18ഓളം ഹെൽത്ത് ക്ലെയിംസ് ആണ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത്. ഓക്കെ, 18ഓളം. നോർമൽ ബ്രെയിൻ ഫംഗ്ഷൻ, നോർമൽ ഹാർട്ട് ഫംഗ്ഷൻ, നോർമൽ ഇമ്മ്യൂൺ ഫംഗ്ഷൻ, അതുപോലെ നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫീഡ് ഇൻഫാൻസ്, ബോൺ സ്ട്രക്ചർ, നോർമൽ ബ്ലഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽസ് തുടങ്ങി, നോർമൽ ബ്ലഡ് പ്രഷർ തുടങ്ങി ഒരു 18ഓളം ഹെൽത്ത് ക്ലെയിംസ്. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന എന്റെ യൂറോപ്പിനെ പ്രതിനിധീകരിച്ചുള്ള ഒരു മോണിറ്ററിംഗ് മെക്കാനിസമാണ്. അവരാണ് ഈ പറയുന്നത്. സോ വാട്ട് ഷുഡ് യു ഡു ടുഡേ? സി, ടേക്ക് ദ ബാലൻസ് ടെസ്റ്റ്. നമ്മൾ ബാലൻസ് ടെസ്റ്റ് എടുക്കുക ആൻഡ് നോ വേ യു സ്റ്റാൻഡ്. നമ്മൾ എവിടെയാണ്, എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് സ്റ്റാർട്ട് എസെന്റ് ഓയിൽ പ്ലസ്, ബിക്കോസ് ദിസ് ഇസ് എ ഫൗണ്ടേഷണൽ റിക്വയർമെന്റ്. നമുക്ക് നെഗോഷ്യബിൾ അല്ല, ഓപ്ഷണൽ അല്ല, നമുക്കത് ലഭിച്ചേ പറ്റൂ. ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഈസ് അവൈലബിൾ ഹിയർ. അത് ബിഗിൻ യുവർ സെല്ലുലർ റിപ്പയർ. നമ്മുടെ കോശങ്ങളെ നമ്മൾ സംരക്ഷിക്കുക, അതിനെ റിപ്പയർ ചെയ്യുക. ആൻഡ് റീടെസ്റ്റ് ഇൻ 120 days. സീ റിയൽ റിസൾട്ട്സ്, നോട്ട് തിയറി. നമ്മൾ എന്തെങ്കിലും പറയുമല്ല. അതായത് 95% ആൾക്കാരും വെറും 120 ദിവസങ്ങൾ കൊണ്ട് തന്നെ ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് ദിസ് ടെസ്റ്റ് ബേസ്ഡ് ഈസ് ഓൾ അബൌട്ട്. നമുക്കിത് 120 ദിവസം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സി ദിസ് റിസൾട്ട്. ഫസ്റ്റ് റിസൾട്ട് നമ്മൾ കാണുകയുണ്ടായി 74:1. ഇറ്റ് വാസ് 74:1. നൗ സി ദ ടെസ്റ്റ് റിപ്പോർട്ട് ആഫ്റ്റർ 5 months. അദ്ദേഹം 5 മാസം ഈ എസെന്റ് ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സെക്കൻഡ് റിപ്പോർട്ടാണ്. ഇറ്റ് ഈസ് 3.5:1. ഓൾമോസ്റ്റ് നോർമലിലേക്ക് തിരികെ വന്നു. ആൻഡ് ദ പ്രൊട്ടക്ഷൻ വാല്യൂ ഇൻക്രീസ് ടു 64%. ഇറ്റ് വാസ് 0. ആൻഡ് omega-3 ഇൻഡെക്സ് നൗ ഇറ്റ് ഈസ് 6%. ഇനിയും ഇത് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ സ്റ്റിൽ അദ്ദേഹം വളരെയധികം ഡെഫിഷ്യന്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചില കേസുകളിൽ നമുക്ക് ഇത്തരത്തിൽ 4 മാസമോ 5 മാസമോ 6 മാസമോ ഒക്കെ വേണ്ടി വന്നേക്കാം. ഇൻ മോസ്റ്റ് കേസസ് നമുക്ക് 120 ഡേയ്സിൽ തന്നെ നമുക്ക് ഇത് ബാലൻസിലേക്ക് വരുന്നുണ്ടാവും. ആൻഡ് ദെൻ മെന്റൽ സ്ട്രെങ്ത് ഇംപ്രൂവ്ഡ്, സെൽ മെമ്പറിൻ ഫ്ലൂയിഡിറ്റി ഇംപ്രൂവ്ഡ്. ആൻഡ് ഇതൊരു ഓപ്റ്റിമം ലെവലിലേക്ക് വന്നു. ഇതൊരു ഡീറ്റെയിൽ റിപ്പോർട്ടാണ്, ഞാനൊരു ഓവർവ്യൂ മാത്രമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ വിച്ച് മീൻസ് നമുക്കൊരു 120 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ ബോഡി ബാലൻസിലേക്ക് കൊണ്ടുവരാം. Then this Zinzino, ഇതൊരു പ്രൊഡക്റ്റ് മാത്രമല്ല. Zinzino ഹാസ് ഗോട്ട് ദിസ് കോൺസെപ്റ്റ് കോൾഡ് ഹെൽത്ത് പ്രോട്ടോകോൾ. ഈ ഹെൽത്ത് പ്രോട്ടോകോളിൽ വരുന്ന രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് സിനോബയോട്ടിക് പ്ലസ്. ഇത് അടുത്ത മാസം മുതൽ അവൈലബിൾ ആവും. ഇത് രണ്ടും യഥാർത്ഥത്തിൽ നമുക്ക് ഫൗണ്ടേഷണൽ റിക്വയർമെന്റ് ആണ്. എന്താണ് സിനോബയോട്ടിക് പ്ലസ്? സിനോബയോട്ടിക് പ്ലസ് എന്ന് പറയുന്നത് നമ്മളുടെ ഗട്ട് ഹെൽത്തിനുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കോശങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് എത്രയുണ്ടോ അതിനേക്കാൾ കൂടുതൽ നമ്പർ ഉള്ളൊരു ശരീരത്തിനകത്ത് താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർമി എന്നൊക്കെ പറയാവുന്ന ആൾക്കാരാണ് സൂക്ഷ്മാണുക്കൾ. ഗുഡ് ബാക്ടീരിയ ഗട്ടിലുള്ള നമ്മുടെ ഇൻഡസ്റ്റൈനകത്ത് ഉള്ള ഒരു ആർമി. ആൻഡ് ദേ ബ്രേക്ക് ഡൗൺ ദ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും അതിൽ നിന്ന് പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതും എല്ലാം അവരാണ്. നമ്മുടെ ആ ഒരു ദഹന പ്രക്രിയ കറക്റ്റ് ആക്കുന്നതൊക്കെ അവരാണ്. അവർക്ക് വേണ്ട ഫുഡിനെയാണ് പ്രീബയോട്ടിക് ഫൈബർ എന്ന് പറയാം. ദേ നീഡ് ഫൈബർ. ഈ ഫൈബർ ഉണ്ടെങ്കിലാണ് ഇത് ഗ്രോ ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ നിലവിലെ ഭക്ഷണ രീതികൾ പലതും ഈ സൈന്യത്തെ ഇല്ലാതാക്കുന്നതാണ്. പകരം മോശം അണുക്കള്, ബാഡ് ബാക്ടീരിയ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നതുമാണ്. സ്വാഭാവികമായിട്ട് ഇത് തടസ്സപ്പെടും. നമ്മുടെ ബ്ലഡിലേക്ക് ടോക്സിൻസ് ഒക്കെ കയറി വരും. ഇത് ശരിയായ രീതിയിലല്ലെങ്കിൽ ഇത് രോഗങ്ങൾക്ക് കാരണമാവും. കോശങ്ങളൊക്കെ കേടാവും. പോഷകങ്ങൾക്ക് പകരം ലഭിക്കുന്നത് ടോക്സിൻസ് ആയിരിക്കും. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. അപ്പൊ സെല്ലുലർ റിപ്പയർ, എസെന്റ് ഓയിൽ ആൻഡ് സിനോബയോട്ടിക് പ്ലസ് ഇത് രാവിലെയും വൈകിട്ടും ഒരു സ്കൂപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിക്കുക. അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഒരു 8ഓളം പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രീബയോട്ടിക് ഫൈബറാണ് ഭക്ഷണത്തോടൊപ്പം നമ്മൾ കഴിക്കുക. ഇത് കഴിക്കുന്ന ആളുകളുടെ അനുഭവം അവരുടെ നിലവിലുള്ള ഒട്ടുമിക്ക രോഗങ്ങളും, ഒരു 95% രോഗങ്ങളും അവർക്ക് റിക്കവർ ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ഇതൊരു പ്രിവെൻഷൻ മാത്രമല്ല, നമുക്ക് നിലവിലെ അസുഖങ്ങളെ നമുക്ക് റിക്കവർ ചെയ്യാനും സാധിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന ആൾക്കാർ നോക്കി, ഇവരൊക്കെ യൂറോപ്പിലൊക്കെ വളരെ അറിയപ്പെടുന്ന സ്പോർട്സ് ഒളിമ്പിക് മെഡൽ വിന്നേഴ്സ് പോലെയുള്ള ആൾക്കാരാണ്. ഇത് 1-2 നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ദേ ഓൾ ആർ Zinzino's ബ്രാൻഡ് അംബാസഡേഴ്സ്. ഇതൊന്നും ഒരു പെയ്ഡ് എൻഡോഴ്സ്മെന്റും അല്ല, പെയ്ഡ് പ്രൊഫഷണൽസും അല്ല.
They all are using these products. That's how they become brand ambassador. And this company started in 2005. 2005 ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോതംബർഗിലാണ് കമ്പനിയുടെ ഹെഡ് ഓഫീസ്. ആൻഡ് ഇവരുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് എല്ലാം നോർവേ, ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലാണ്. കമ്പനി 100-ലധികം രാഷ്ട്രങ്ങളിൽ അവരുടെ ഡെലിവറി ഓപ്പറേഷൻ ഉണ്ട്. ഇന്ത്യയിൽ ഡൽഹിയിലാണ് കമ്പനിയുടെ ഡയറക്റ്റ് ഓഫീസ്. ആൻഡ് ദിസ് കമ്പനി ഈസ് ഡയറക്ട്ലി ഓപ്പറേറ്റിംഗ് ഹിയർ. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് zinzino.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ. കാര്യം ഈ കമ്പനി ഈ പ്രൊഡക്റ്റ് ഒരു തേർഡ് പാർട്ടിയിലേക്ക് ഏൽപ്പിക്കുന്നില്ല. ഈവൻ ആമസോൺ അല്ലെങ്കിൽ ഗൂഗിൾ, മറ്റു വേറെ ഏതെങ്കിലും ഒരു ഓൺലൈൻ സോഴ്സിലൊക്കെ നിങ്ങൾ ഈ സാധനങ്ങൾ കാണുവാണെങ്കിൽ അതിനർത്ഥം ആ പ്രൊഡക്റ്റുകൾ ഫേക്ക് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ളതാണ്. ദേ ആർ നോട്ട് ഒറിജിനൽ. ഇതിന്റെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ യഥാർത്ഥ പ്രൊഡക്റ്റുകൾ നമ്മൾ zinzino.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ID ക്രിയേറ്റ് ചെയ്യാം. സോ അതിലൂടെ നമുക്ക് ബാലൻസ് ടെസ്റ്റ് വാങ്ങിക്കാം. ഇത് നിങ്ങളെ ഈ ഒരു സിസ്റ്റം പരിചയപ്പെടുത്തിയുള്ള ആൾക്കാർ നിങ്ങൾക്ക് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം തരുന്നുണ്ടാവും. സോ ഫ്രണ്ട്സ്, എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാറുള്ളൂ. ലൈഫ് ഗിവ്സ് us ഓൺലി വൺ ബോഡി. ഈ ജീവിതത്തിൽ നമുക്ക് ഒരേ ഒരു ശരീരമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. യു ക്യാൻ ചേഞ്ച് യുവർ കാർ. നമ്മുടെ കാർ നമുക്ക് ചേഞ്ച് ചെയ്യാം, നമ്മുടെ ഫോൺ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഈവൻ നമ്മുടെ വീട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ബട്ട് യു ക്യാൻ നെവർ എവർ ചേഞ്ച് യുവർ ബോഡി. ദേ സേ, ഇപ്പോ പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ്: ഡോണ്ട് വെയിറ്റ് ഫോർ സിക്നെസ് ടു നോക്ക് യു ഡൗൺ. നമ്മളൊരു രോഗം വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. ബിൽഡ് യുവർ ഡിഫൻസ് ബിഫോർ ഇറ്റ് അറ്റാക്സ്. നമ്മൾ അതിനു മുമ്പേ നമ്മുടെ ശരീരത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മൾ സജ്ജമാക്കുക. ആൻഡ് വിത്ത് zinzino യു ആർ നോട്ട് എ പേഷ്യന്റ്. നമ്മളിവിടെ ഒരു രോഗിയോ ഒരു പേഷ്യന്റോ ഒന്നുമല്ല. ഇൻ zinzino യു ആർ ദ CEO ഓഫ് യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ CEO ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. സോ ടുനൈറ്റ് ഐ ഇൻവൈറ്റ് യു ടു മേക്ക് എ ഡിസിഷൻ. ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. നോട്ട് ഫോർ മീ ആൻഡ് നോട്ട് ഫോർ zinzino, ബട്ട് ഫോർ യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. ബിക്കോസ് ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം എന്ന് പറയുന്നത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് യു ക്യാൻ എവർ ഓൺ. നിങ്ങൾക്ക് സമ്പാദിക്കാവുന്ന ഏറ്റവും വലിയ വെൽത്ത് ആണ്. സോ താങ്ക് യു ഫോർ ലിസണിങ്. സോ ലെറ്റ്സ് മേക്ക് ദിസ് സെഷൻ അല്ലെങ്കിൽ ദിസ് മിഷൻ ഓഫ് വെൽനസ് ഫോർവേഡ്. ആൻഡ് നമുക്ക് ആൾക്കാരെ സഹായിക്കാം, പ്രൊട്ടക്ട് ചെയ്യാം, ആൻഡ് സ്പ്രെഡ് ദിസ് ഗിഫ്റ്റ് ടു ആസ് മെനി ഫാമിലീസ് ആസ് പോസിബിൾ. ഓക്കെ, ഈ നിങ്ങളുടെ ഒരു ജേണി ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരൊറ്റ ഡ്രോപ്പിൽ നിന്നാണ്. ഒരു സിമ്പിൾ വളരെ ലളിതമായ ഒരു തീരുമാനത്തിൽ നിന്നാണ്. ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.